അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സുകുമാരക്കുറുപ്പാകാൻ ശ്രമിച്ച ഡോക്ടർ സിറിയക് പി ജോർജിന്റെ കളി ഒടുവിൽ പോലീസിന് മുന്നിലാണ് അവസാനിച്ചത്. ആധുനിക കാലത്തെ പിടികിട്ടാപ്പുള്ളിയായി ഒളിവിൽ കഴിയാൻ സിറിയക് നടത്തിയ എല്ലാ തന്ത്രങ്ങളും വാഗമണ്ണിലെ ഒരു ഹോം സ്റ്റേ ഉടമയുടെ ജാഗ്രതയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയ ജോൺസൺ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ഇയാൾ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് വാഗമൺ പോലീസിന്റെ വലയിലായത്. തിരിച്ചറിയാതിരിക്കാൻ മീശയും താടിയും വടിച്ച് വേഷം മാറി ഒളിവിൽ കഴിയാൻ സിറിയക്കിന് ബുദ്ധി ഉപദേശിച്ചു നൽകിയത് സ്വന്തം പിതാവാണെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാഗമണ്ണിലെ കണ്ണംകുളം മാസ്കോ ഫാക്ടറിക്ക് സമീപമുള്ള ഹോം സ്റ്റേയിലായിരുന്നു സിറിയക്കിന്റെ ഒളിവ് ജീവിതം. ബുധനാഴ്ച രാത്രി ഇവിടെ എത്തിയത് മുതൽ അതീവ രഹസ്യ സ്വഭാവമാണ് ഇയാൾ പുലർത്തിയിരുന്നത്. പകൽ സമയങ്ങളിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെയും പുറത്തിറങ്ങുമ്പോൾ മുഖം മറയ്ക്കാൻ മാസ്ക് ധരിച്ചും ഇയാൾ സംശയം ജനിപ്പിച്ചു. രാത്രികാലങ്ങളിൽ മുറിയിൽ ലൈറ്റുകൾ ഇടാതെ ഇരുട്ടിലിരുന്ന സിറിയക്കിന്റെ പെരുമാറ്റം ഹോം സ്റ്റേ ഉടമയിൽ ഭയവും സംശയവുമുണ്ടാക്കി. ഇയാൾ എന്തെങ്കിലും വലിയ കുറ്റം ചെയ്തിട്ട് ഒളിവിൽ വന്നതാണെന്ന നിഗമനത്തിൽ ഉടമ എത്തിച്ചേർന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ ബന്ധുവിന് വാഗമണ്ണിൽ മറ്റൊരു റിസോർട്ടുണ്ടെന്ന വിവരം ഉടമ അറിയുന്നത്. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ തിരക്കിയപ്പോൾ സിറിയക്കിന്റെ പഴയ ചിത്രങ്ങൾ കിട്ടി. താടിയും മീശയും വടിച്ച നിലയിലായിരുന്നുവെങ്കിലും തന്റെ മുന്നിലുള്ള ആൾ സിറിയക് തന്നെയാണെന്ന് ഉറപ്പിച്ച ഉടമ ഉടൻ തന്നെ വാഗമൺ സിഐയെ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് മഫ്തിയിൽ ഹോം സ്റ്റേയിലെത്തിയപ്പോൾ അവരെ വെട്ടിച്ച് ഓടിപ്പോകാൻ സിറിയക് അവസാനവട്ട ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പോലീസിനെ കണ്ട് ഞെട്ടിയ പ്രതിയെ ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. പ്രതിയെ പിന്നീട് അങ്കമാലി പോലീസിന് കൈമാറി. ഒരു വിദ്യാർത്ഥിനിയുടെ ജീവനെടുത്തിയ ശേഷം നിയമത്തിന് മുന്നിൽ നിന്ന് വഴുതിമാറാൻ സിറിയക് പ്ലാൻ ചെയ്ത സിനിമയെ വെല്ലുന്ന ഒളിവ് ജീവിതത്തിനാണ് ഇതോടെ തിരശീല വീണത്. ഫെബ്രുവരി 28 ജാസ്ലിയയുടെ ജീവനെടുത്ത അപകടമുണ്ടായത്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയാണ് ജസ്ലിയ. അങ്കമാലിയിലെ പിസ്സ ഷോപ്പിൽ പാർട്ട് ടൈം ജോലി ചെയ്തായിരുന്നു പഠനത്തിനുള്ള പണം കണ്ടെത്തിയത്. ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് കാറിടിച്ച് തെറിപ്പിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജസ്ലിയെ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. ജസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിനെതിരെ ജാസ്ലിയയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു. പ്രതി വലിയവൻ ആയതിനാലാണോ പോലീസ് പിടികൂടാത്തതെന്നും സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് വിലയില്ലേയെന്നും ജസ്ലിയയുടെ അമ്മ ലീല ചോദിച്ചിരുന്നു. അവയവദാനം നടന്നത് വാർത്തയായതിനാലാണ് പോലീസ് അന്വേഷണത്തിന് നിർബന്ധിതരായതെന്നും അല്ലെങ്കിൽ മറ്റൊരു അപകട മരണമായി മാഞ്ഞു പോയേനെയെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു.